ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു പ്രിന്റിംഗ് പർപ്പസിനൊക്കെയാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബ്ലീഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ചാനലിന്റെ സ്ഥിരം വ്യൂവേഴ്സ് ആയിട്ടുള്ള പല സ്റ്റുഡൻസും ചോദിച്ചതാണ് എങ്ങനെയാണ് ബ്ലീഡ് സെറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. സോ അവരുടെ റിക്വസ്റ്റും കൂടി പരിഗണിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പാർട്ടിൽ ബ്ലീഡ് സെറ്റിംഗ്സിനെ സംബന്ധിച്ച കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും മാസ്റ്റർ മീഡിയയുടെ മറ്റൊരു പാർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ബ്ലീഡ് സെറ്റിംഗ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡിസൈൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു സാമ്പിൾ ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ അതിന്റെ ഡിസൈനിങ് കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ നോക്കണ്ട, അതിന്റെ കണ്ടന്റോ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. ബ്ലീഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബ്ലീഡ് അപ്ലൈ ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസൈൻ യൂസ് ചെയ്യുന്നുണ്ട് മാത്രം. സോ ബ്ലീഡ് സെറ്റിംഗ്സ് ഞാൻ കാണിക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് ബ്ലീഡ് സെറ്റിംഗ്സ്, അതിന്റെ യൂസേജ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. നമുക്കറിയാം, ഒരു വർക്ക് നമ്മൾ ചെയ്തു. ഇപ്പൊ ഇതുപോലൊരു വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തോ ആയിക്കോട്ടെ, ബ്രോഷറോ അതല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡോ മറ്റെന്ത് ഫ്ലെയർ ആണെങ്കിലൊക്കെ തന്നെ നമ്മൾ ആ വർക്ക് ചെയ്ത് പ്രിന്റിങ്ങിന് നമ്മൾ കൊടുക്കുമ്പോൾ സെയിം നമ്മൾ ചെയ്ത ആ ഫിക്സഡ് സൈസിലോട് കൂടിയിട്ടല്ല നമ്മൾ കൊടുക്കുക. സൈസൊക്കെ ഉണ്ടാവും, പക്ഷേ അത് കൂടാതെ തന്നെ നമ്മൾ ആ ഒരു ഡിസൈനിങ്ങിന്റെ ഓൾ ഓവർ സൈഡ് 4 സൈഡിലും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഒരു ക്രോപ്പ് മാർക്ക് ഒക്കെ സെറ്റ് ചെയ്താൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് പ്രിന്റ് ചെയ്യാനും അതല്ലെങ്കിൽ അതിന് കട്ട് ചെയ്തെടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. ഇനി അതല്ല, മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഫയൽ, അതായത് ഇപ്പോൾ വലിയ ഹോർഡിങ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, റോഡ് സൈഡിലൊക്കെ വലിയ ഹോർഡിങ്സുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മീഡിയ എന്ന് പറഞ്ഞ് വളരെ ചെറുതായിരിക്കും, നമ്മുടെ ഡിസൈനും ചെറുതായിരിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പീസുകളായിട്ടായിരിക്കും അത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഓവർലാപ്പ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ബ്ലീഡ് ഉപയോഗിക്കുന്നത്. സോ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ബ്ലീഡ്, അതെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം. സോ അപ്പോൾ ഈ ഒരു ഓപ്പൺ ചെയ്ത ഡിസൈൻ ഇതൊരു വെക്ടർ ഫോർമാറ്റിലുള്ള വർക്കാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബ്ലീഡ് സെറ്റ് ചെയ്യാണ്. അതിനുവേണ്ടി ഫയൽ മെനുവിൽ ഡോക്യുമെന്റ് സെറ്റിംഗ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഡോക്യുമെന്റ് സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബ്ലീഡ് എന്നുള്ള ഒരു സെക്ഷൻ. ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്, അങ്ങനെ 4 കാറ്റഗറിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സെന്റിമീറ്റർ ആണ് മെഷർമെന്റ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏതിലാണോ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു മെഷർമെന്റ് ആയിരിക്കും ഇവിടെയും കാണിക്കുക, മീൻസ് ആ ഒരു യൂണിറ്റ് ആയിരിക്കും ഇവിടെയും കാണിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 0.3 എന്ന് കൊടുത്തു. 0.3 എന്നുള്ളൊരു വാല്യൂ ഞാനിവിടെ കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബോട്ടവും ലെഫ്റ്റും റൈറ്റും ഒക്കെ 0.3 ആയിട്ടുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മളിതാ ഇവിടെ കാണുന്ന ഈ ഒരു ലിങ്കിന്റെ ഐക്കൺ, മേക്ക് ഓൾ സെറ്റിംഗ്സ് ദ സെയിം എന്നുള്ള ഈ ഒരു ഐക്കൺ എനേബിൾ ആണ്. ഇത് ഡിസേബിൾ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഇങ്ങനെ ഒരു ലിങ്ക് എന്തിനാണ് ആക്റ്റീവ് ആക്കുന്നത് എന്നൊക്കെ ഉള്ളത്. ട്രാൻസ്ഫോം ടൂളൊക്കെ പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഡിഫോൾട്ട് ആയിട്ട് ഇതിവിടെ ഓപ്പൺ ആണ്. സോ ഇവിടെ ഞാൻ ടോപ്പിൽ തന്നെ ഇവിടെ 0.3 കൊടുത്തു. ടോപ്പിൽ നല്ല എവിടെ കൊടുത്താലും ഈ 0.3 എന്നുള്ളത് അപ്ലൈ ആവും. അതിനുശേഷം ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തപ്പോൾ തന്നെ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും ഇതിന്റെ 4 സൈഡിലും ഒരു റെഡ് ലൈന് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്, കാണുന്നുണ്ടാവും. അതായത് 0.3 എന്നുള്ള ഒരു വാല്യൂ ഡിസ്റ്റൻസിൽ നമ്മളൊരു ബ്ലീഡ് ലൈന് ഈ ഡിസൈനിന്റെ സറൗണ്ടിങ് ഏരിയയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന എക്സാമ്പിൾ ആയിട്ട്, ഇപ്പോൾ ഒരു വലിയ ഹോർഡിങ്സ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഓവർലാപ്പുകളൊക്കെ കൊടുക്കേണ്ടി വരും. അതായത് കുറച്ച് എക്സ്ട്രാ നമ്മളെ നിലവിലുള്ള ഡിസൈനിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഓരോ പീസ് ബൈ പീസ് ആയിട്ടാണ് പ്രിന്റ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിലവിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു വർക്കിനെ ടോട്ടലി ഈ ഒരു 0.3 എന്നുള്ള ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിലവിൽ ചെയ്ത ഒരു വർക്കാണെങ്കിൽ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ ആദ്യം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബ്ലീഡും കൂടി പ്ലാൻ ചെയ്തിട്ട് അതിന്റെ എഡ്ജ് ഏരിയകളൊക്കെ വർക്ക് ചെയ്ത് ഡിസൈൻ ചെയ്യാം. അപ്പൊ ഈ കാണുന്ന ഡിസൈനിനെ നമുക്ക് ടോട്ടലി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. മൊത്തത്തിൽ മാസ്ക് ചെയ്തിട്ടാണ് ഇതിന്റെ ഷേപ്സും അതുപോലെ ഈ കാണുന്ന ഇമേജ് ഒക്കെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഓൾറെഡി ഗ്രൂപ്പ്ഡ് ആണിത്, അതിനെ ഒന്ന് അൺഗ്രൂപ്പ് ചെയ്തിട്ട് ഇവിടെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിൽ കാണുന്ന ഓരോ പാർട്ടിനെയും നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗ്യാപ്പിലേക്ക് 0.3 എന്നുള്ള ഗ്യാപ്പ്, 0.3 എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തതാണ് കേട്ടോ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ കൊടുക്കാം. എത്രയാണോ ബ്ലീഡ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടോ കൊടുക്കാം. സോ അപ്പോൾ ആദ്യം ഈ ഒരു പോർഷൻ ഇത് ഞാൻ സെലക്ട് ചെയ്തു. ഡയറക്റ്റ് സെലക്ഷനോട് എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാസ്കിങ് ഏരിയനെ പുറത്തേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനാണ്. അപ്പം ഇങ്ങനെ ചെരിവുകളൊക്കെ വരുമ്പോൾ ആ ആംഗിൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. സ്ട്രൈറ്റ് ആയിട്ടുള്ള ഏരിയയിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. 2 പോയിന്റും സെലക്ട് ചെയ്ത് നമ്മുടെ ബ്ലേഡ് ലൈൻസിലേക്ക് അങ്ങ് സ്നാപ്പ് ചെയ്ത് കൊടുത്തു. ഇത് ഓൾറെഡി മാസ്ക്ഡ് ആണ്, അത് മനസ്സിലാക്കണം. അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ റിലീസ് ക്ലിക്ക് മാസ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടോ മാസ്ക് ചെയ്തിട്ടുള്ള ഷേപ്പുകളാണ് ഇതൊക്കെ. അപ്പോൾ ആ ഷേപ്പിനെയാണ് മാസ്കിംഗ് ലൈനിന്റെ പോയിന്റ്സ് ഉപയോഗിച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇമേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലായിക്കോളും. ഇമേജിന്റെ ഈ എഡ്ജിലുള്ള പോയിന്റ്സ് ഉപയോഗിച്ച് ഞാനത് അങ്ങോട്ട് ഡ്രാഗ് ചെയ്തു.
ഇത് നമുക്ക് ഈ ടോപ്പിലും അതുപോലെ ബോട്ടം സൈഡിലുള്ള പോയിന്റ്സ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ ഒരു സൈഡിൽ ബ്ലാക്ക് ഷേപ്പ് കൂടി ഉണ്ട്, അതും കൂടെ ഞാൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഭാഗങ്ങൾ കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചു, 2 പോയിന്റ് സെലക്ട് ചെയ്തു, ഇങ്ങോട്ട് വലിച്ചു വെച്ചു. ഇതിപ്പോൾ ഇങ്ങനത്തെ ഷേപ്പ് ആയതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ഷേപ്പുകളൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ വർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രിന്റിംഗ് പർപ്പസിനാണെങ്കിൽ അതുകൂടി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അതിൻ്റെ ബോർഡർ ഏരിയയിൽ വരുന്ന ഡിസൈൻ വർക്കുകളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. സോ ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു ലൈറ്റ് കളർ ഏരിയ കൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. സി ഓക്കെ, ഓൾ ഓവർ എല്ലാ ഭാഗവും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഇമേജ് ടോപ്പ് സൈഡിലുള്ള ഈ ലോഗോന്റെ പോർഷൻസ്, ഈ കാണുന്ന താഴെ ഭാഗത്തുള്ള ഷേപ്സുകളും നമ്മളെ നിലവിലുള്ള സൈസ്, അതായത് ക്യാൻവാസ് സൈസ് നിന്ന് ഒരു 0.3 എന്ന് പറയുന്ന ഒരു വാല്യൂവിൽ നമ്മൾ ആ ഒരു ഇമേജിനെ ടോട്ടലി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇമേജിന്റെ ഡിസൈനിങ്ങിനെ ടോട്ടലി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് വലിച്ച് എക്സ്പാൻഡ് ചെയ്യല്ല കേട്ടോ. ട്രാൻസ്ഫോം ടൂളൊക്കെ ഉപയോഗിച്ച് നമ്മൾ വലിച്ചു നീട്ടുകയല്ല ചെയ്തിട്ടുള്ളത്, എക്സ്പാൻഷൻ അല്ല, നിലവിലുള്ള ഡിസൈനിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും ചോദിക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡിസൈനിന്റെ മുകളിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ എവിടെയാണോ ഷേപ്പ് വരുന്നത് വെച്ചാൽ അവിടെ പുതിയതായിട്ടുള്ള ഷേപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇമേജ് ആണെങ്കിൽ ഒരു പക്ഷേ ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ ഒരുപാട് വർക്ക് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രിന്റിംഗ് പർപ്പസിനാണ്, അതല്ലെങ്കിൽ അങ്ങനെ ഓവർലാപ്പ് കൊടുക്കണം, ക്രോപ്പ് മാർക്ക് കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു തരത്തിൽ തന്നെ ഡിസൈൻ പ്ലാൻ ചെയ്യാം. സോ അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനിൽ ബ്ലീഡ് ഏരിയ സെറ്റ് ചെയ്തു, അതിനുശേഷം ഡിസൈനിങ്ങിൽ മൊത്തത്തിൽ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് സേവ് ചെയ്യാന്നുള്ളതാണ്. അതായത് നിലവിലെ ഡിസൈനിങ് വർക്കിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ബ്ലീഡ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് വരുന്നത് സേവിങ് സെറ്റിംഗ്സിലാണ്. സാധാരണ സേവിങ് കൊടുക്കുന്ന പോലെ തന്നെ ഫയലിൽ സേവ് ആസ് കൊടുക്കുക. ഞാനിവിടെ ഫോൾഡർ സെലക്ട് ചെയ്ത് പേര് എന്താണോ എന്ന് വെച്ചാൽ ആ ഫയൽ നെയിം നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കുക. പ്രിന്റിങ്ങിനെ കൊടുക്കുമ്പോൾ ഫയൽ നെയിം വ്യക്തമായിട്ട് തന്നെ കൊടുക്കണം, സൈസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാൻ വേണം. അതാണ് ഒരു പ്രൊഫഷണൽ വേ എന്ന് പറയുന്നത്. അതിനുശേഷം സേവ് ആസ് ടൈപ്പ് നമ്മൾ PDF ആയിട്ടാണ് ചെയ്യുന്നത്, PDF ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത്. PDF സെലക്ട് ചെയ്തിട്ടുണ്ട്, ദെൻ സേവ്. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ PDFന്റെ സേവ് സെറ്റിംഗ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിലുള്ള പല കാര്യങ്ങളും നമ്മൾ മുൻപത്തെ കാർട്ടിലൊക്കെ പരിചയപ്പെട്ടതാണ്. സോ ഇതിൽ ജനറൽ കഴിഞ്ഞ് കംപ്രഷനും കഴിഞ്ഞ് മൂന്നാമത്തത്, അതായത് മാർക്ക് ആൻഡ് ബ്ലീഡ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആൾ പ്രിന്റേഴ്സ് മാർക്ക്. അതിൽ ട്രിം മാർക്ക് ഇവിടെ ടിക്ക് ഓൺ ചെയ്യാം. ട്രിം മാർക്ക് അതായത് നമ്മൾ ട്രിം ചെയ്യാനുള്ള ഒരു മാർക്കാണ് കൊടുക്കുന്നത്. അത് കൂടാണ്ട് തന്നെ വേറെ ഓപ്ഷൻസ് ഉണ്ട്, രജിസ്ട്രേഷൻ മാർക്സ്, കളർ ബാറുകൾ, പേജ് ഇൻഫർമേഷൻസ്, അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ഓൺ ചെയ്ത് വെക്കാം. അത് ഓപ്ഷനിലാണ്, നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അതിൽ ടിക്ക് ഓൺ ചെയ്യുമ്പോൾ അതിന്റെ സൈഡിൽ രജിസ്ട്രേഷൻ മാർക്ക് വരും. അതുപോലെ കളർ ബാർസ്, CMYK എന്നൊക്കെ കാണിച്ചിട്ടുള്ള കളർ ബാർസുകൾ കാണാം. പേജിന്റെ ഇൻഫർമേഷൻസ് ടോപ്പ് ഏരിയയിൽ പേജിന്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മളോട് കാണിക്കും. അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ പ്രിന്റർ മാർക്ക് ടൈപ്പ് ഉണ്ട്, റോമൻ, ജാപ്പാനീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവിടെ സെലക്ട് ആയി കിടക്കുന്നത് റോമൻ ആണ്. ദെൻ നെക്സ്റ്റ് ട്രിം മാർക്ക് വെയിറ്റ് ഉണ്ട്, ട്രിം മാർക്കിന്റെ വെയിറ്റ് എത്ര എന്നുള്ളത് ഇവിടെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഡിഫോൾട്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 0.25 PT ആണ്. അതുപോലെ തന്നെ ഓഫ്സെറ്റ്, ട്രിം മാർക്കുകൾ തമ്മിലുള്ള ഓഫ്സെറ്റ് എത്ര വേണമെന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ 0.2 എന്നുള്ളൊരു വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. സോ അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണത് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് കാണുന്ന ബ്ലീഡ്സ് എന്ന് പറഞ്ഞ ഈ ഒരു കാറ്റഗറിയിൽ ഇവിടെ യൂസ് ഡോക്യുമെന്റ് ബ്ലീഡ് സെറ്റിംഗ്സ് ഉണ്ട്. തുടക്കത്തിൽ നമ്മൾ ഇവിടെ ഡോക്യുമെന്റ് സെറ്റിംഗ്സിൽ ബ്ലീഡ് കൊടുത്തിരുന്നു 0.3. അപ്പോൾ ആ സെയിം വാല്യൂ തന്നെ ഇവിടെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ യൂസ് ഡോക്യുമെന്റ് ബ്ലീഡ് സെറ്റിംഗ്സ് കൊടുക്കാം. അതായത് ഡോക്യുമെന്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ബ്ലീഡ് സെറ്റിംഗ്സ് തന്നെ ഇവിടെ കൊടുക്കാം. ഇനി അതെല്ലാം മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മാറ്റാം. അപ്പോൾ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല, ആ സെയിം ബ്ലീഡ് സെറ്റിംഗ്സ് തന്നെയാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. സോ ഞാനിവിടെ യൂസ് ഡോക്യുമെന്റ് ബ്ലീഡ് സെറ്റിംഗ്സ് ടിക്ക് ഓൺ ചെയ്തു. ദെൻ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫയലിൽ ഓപ്പൺ സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അഡോബ് അക്രോബാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ബ്ലീഡ് വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇതിൽ വന്ന ചേഞ്ചസ് എന്നുള്ളത് നോക്കാം. ഒന്ന് സൂം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബോർഡർ ഏരിയയിൽ, അതായത് ഈ കോർണർ ഭാഗത്ത് 2 ലൈൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന 0.3 ഏരിയ ആണ് ഈ കാണുന്ന ഏരിയ. ബാക്കിയാണ് കണ്ടന്റ് വരുന്ന ഏരിയ, അതായത് നമ്മൾ ക്യാൻവാസ് സൈസിൽ വരുന്ന ഏരിയ ആണ് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ഓവർലാപ്പ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. ഇനി അതല്ല കട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ട്രിം മാർക്ക് അല്ലെങ്കിൽ കട്ടിംഗ് മാർക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗം 4 സൈഡിലും വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനത് ഒന്നുകൂടി സൂം ഔട്ട് ചെയ്ത് വ്യക്തമായിട്ട് കാണിക്കാം. ഒരു മൗസ് കഴ്സർ വെച്ചൊന്ന് ഡ്രോ ചെയ്ത് കാണിക്കാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പോൾ ഈ കാണുന്ന ഏരിയ ആണ്, ഞാനിപ്പോൾ ഡ്രോ ചെയ്ത ഏരിയ ആണ് നമ്മളെ കണ്ടന്റ് ഏരിയ എന്ന് പറയുന്നത്. ബാക്കി വരുന്നത് എക്സ്ട്രാ ആണ്. അപ്പോൾ അങ്ങനെ പല സിറ്റുവേഷനിലും നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ആവശ്യം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലീഡ് ഉപയോഗിക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടി ബാക്ക് ചെയ്ത് ഒരു തവണയും കൂടി കാണുക. അതിനുശേഷം ഇതുപോലെ ഒരു വർക്ക് സെറ്റ് ചെയ്തിട്ട്, നിങ്ങൾ ചെയ്ത വർക്കോ ഇനി ഡൗൺലോഡ് ചെയ്തെടുത്ത ഒരു വർക്കാണെങ്കിലൊന്നും കുഴപ്പമില്ല, ജസ്റ്റ് വെക്ടർ ഫോർമാറ്റിലുള്ള ഒരു വർക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ഞാൻ ഈ പറയുന്ന സ്റ്റെപ്സുകൾ ഉപയോഗിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തുകൊണ്ട് ട്രൈ ചെയ്യാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഓഫ്സെറ്റ് അതുപോലെ ലൈൻ വിഡ്ത്ത് എന്നൊക്കെ പറഞ്ഞത് ഈ ലൈനിനെ ഉദ്ദേശിച്ചാണ്. ഇതിന്റെ ഗ്യാപ്പാണ് ശരിക്കും ഓഫ്സെറ്റ് കൊണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓഫ്സെറ്റ് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ രണ്ട് ലൈൻസ് തമ്മിൽ ടച്ച് ആയി കിടക്കും. ഇനി അതല്ല കണ്ടന്റിലേക്ക് ലൈൻ കയറണ്ട, നമുക്ക് പുറത്തേക്ക് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഓഫ്സെറ്റ് വാല്യൂ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് ഇവിടെ വിസിബിൾ ആയിരിക്കും. മറ്റ് കളർ ബോക്സും ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു വൈറ്റ് ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ടിക്ക് ഓൺ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ട്രിമാർക്ക് മാത്രം ടിക്ക് ഓൺ ചെയ്തുകൊണ്ട് സേവ് ചെയ്യാം. ഇനി നമുക്ക് ക്യാൻവാസ് സൈസ് നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് വൈറ്റ് ഏരിയ മാത്രം മതി എന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാതെ തന്നെ ബ്ലീഡ് സെറ്റ് ചെയ്യുക. ബ്ലീഡിന്റെ വാല്യൂ എത്രയെന്ന് വെച്ചാൽ കൊടുക്കുക, എന്നിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സ്റ്റൻഷന് പകരം അവിടെ വൈറ്റ് മാർക്ക് വരും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ കാണുന്ന ഡിസൈൻ ഏരിയയുടെ 4 സൈഡും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, ആദ്യം ഉണ്ടായിരുന്ന ആ സ്റ്റേജിലേക്ക് തന്നെ നമുക്ക് മാറ്റാം. കൺട്രോൾ സെന്റർ അടിച്ച് ഞാൻ ആദ്യം ഉണ്ടായിരുന്ന ആ സ്റ്റേജിലേക്ക് തന്നെ മാറ്റി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇവിടെ ബ്ലീഡ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്, 0.3 എന്നുള്ള വാല്യൂവിലാണുള്ളത്. അപ്പോൾ അതിനുശേഷം എക്സ്റ്റെൻഡ് ചെയ്യാതെ തന്നെ നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ ആ വൈറ്റ് ഏരിയ ആയിരിക്കും അവിടെ വരിക. ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്തു, സേവ് ചെയ്തു. മാർക്ക് ആൻഡ് ബ്ലീഡ്സിലെ സെറ്റിംഗ്സ് ഒക്കെ സെയിം തന്നെ കൊടുത്തു, സേവ് കൊടുത്തു. ദെൻ ഫയലിൽ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ആ എക്സ്റ്റെൻഡ് ചെയ്ത ഏരിയയ്ക്ക് പകരം അവിടെ വൈറ്റ് ഏരിയ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ക്യാൻവാസ് സൈസിൽ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് ഏരിയ. അപ്പോൾ അതിന്റെ പുറമേ ആയിട്ട് കുറച്ച് വൈറ്റ് ഏരിയ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ കട്ടിങ് വരുന്നത് എങ്ങനെയായിരിക്കും, വെർട്ടിക്കൽ ആയിട്ടുള്ളത് ഇവിടുന്നു, ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് ഇവിടുന്നു, 4 സൈഡിലും ഒരു വൈറ്റ് ഏരിയയും കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാം. സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ബ്ലേഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ പ്രിന്റിംഗ് പർപ്പസിന് വേണ്ടി നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്ലേഡ് സെറ്റിംഗ്സ് എന്നുള്ളത്. സോ അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഏതെങ്കിലും ഒരു സാമ്പിൾ ഡിസൈൻ ഓപ്പൺ ആക്കിയിട്ട് അതൊന്ന് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പ്രൊഫഷണൽ ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഉപയോഗമുള്ള ഒരു ഓപ്ഷൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബ്ലേഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളതും നിലവിലുള്ള ഒരു ഫയലിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക, അതായത് വെക്ടർ ഫോർമാറ്റിലുള്ള ഒരു ഫയലിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും സേവ് ചെയ്തതിന് ശേഷം സേവിംഗ് സെറ്റിംഗ്സിൽ, അതായത് PDF-ന്റെ സേവിംഗ് സെറ്റിംഗ്സിൽ മാർക്ക് ആൻഡ് ബ്ലീഡ്സ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കുകയാണെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ AI സോഫ്റ്റ്വെയറിന്റെ നെക്സ്റ്റ് പാർട്ടുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.